ഹലോ കുട്ടീസ്, എല്ലാവർക്കും ബി എൽ എഫ് ചാനലിലേക്ക് സ്വാഗതം. എനിക്കറിയാം എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും പേ ബാക്ക് സീരീസ് എപ്പിസോഡ് 3 വേണ്ടിയിട്ട്. സോ ടൈം കളയാൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാഷ് ബാക്ക് തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള ഫ്ലാഷ് ബാക്കാണ്. നമ്മുടെ ജയിനെ കുറച്ച് പേര് ഉപദ്രവിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഈ ഒരു പിങ്ക് റാബിറ്റിൻ്റെ ഒരു ഉടുപ്പിട്ടിട്ടുള്ള ഒരു വ്യക്തി അവരിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. അവൻ കത്തിയൊക്കെ വീശിയിട്ട് അവരെ ഇടിച്ചു വീഴ്ത്തുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ജയിൻ്റെ മുഖത്തൊരു ചിരിയുണ്ട്. ദെൻ നമ്മുടെ ഈ പിങ്ക് റാബിറ്റ് തിരിഞ്ഞു നോക്കി എന്നിട്ട് ഒരു ചിരിയുണ്ട്. സോ അങ്ങനെയാണ് ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. ദെൻ എഗെയിൻ നമ്മുടെ എപ്പിസോഡ് 2 അവസാനത്തിൽ നിന്ന് വീണ്ടും തുടങ്ങാണ്. 2 നമ്മൾ കണ്ടിരുന്നു, നമ്മുടെ ബാങ്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൺ അത് ഈവ്സ്ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സണ്ണിൻ്റെ ഫോൺ അടിക്കുമ്പോഴത്തേക്കും ബാങ്ക് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. സോ ആരാണെന്ന് ചോദിച്ചു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ വരുന്നു. ആരാണ്? നമ്മുടെ ജയ്കുട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ജയ് ഈ എപ്പിസോഡിൽ തുടക്കത്തിൽ അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ജയ് പറയുന്നുണ്ട് ഇത് ഞാനാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബാങ്ക് ഭയങ്കര പൊളൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജയ് പറയുന്നുണ്ട് കുറച്ച് സമാധാനമായിട്ട് ഇവിടെ വന്ന് ഇരുന്ന് സിഗരറ്റ് വലിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഇവിടെ എന്താണ് ഇത്രയും സൗണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാങ്ക് പറയണം അത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് പറയാണ്. അപ്പോൾ അതുപോലെ തന്നെ ബാങ്ക് പറയും പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എങ്ങാനും ഞാൻ പറയുന്നത് ആരെങ്കിലും കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സൗണ്ട് ഇട്ട് വന്നതെന്ന് പറയും. അപ്പോൾ അവൻ പറയും ഓ നീ പറയുന്നത് അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ, അതോ ഇനി ആരെങ്കിലും നിനക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ ചോദിക്കും. അപ്പോൾ ബാങ്കിന് മനസ്സിലായി അവൻ സംസാരിച്ചിരുന്നത് കേട്ടു എന്നുള്ളത്. അപ്പോൾ ബാങ്ക് പറയും അയ്യോ അതൊരു പ്രാങ്ക് ആയിരുന്നു, ഞാൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒഴിവാക്കുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കും ജയ് പറയും ശരി ഞാൻ എന്തായാലും ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി വന്നതാന്ന് പറയും. അപ്പോൾ ബാങ്ക് പറയും ഓ ഇതറിയുന്നെങ്കിൽ ഞാൻ എത്ര സിഗരറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നു എന്ന് പറയും. അപ്പോഴത്തേക്കും ജയ് ഒന്ന് നോക്കിയിട്ട് പറയും ഞാൻ ഒറ്റയ്ക്ക് എന്നാണ് പറഞ്ഞതെന്ന് പറയും. അപ്പം നമ്മുടെ ബാങ്കിന് മനസ്സിലായി ഇനി അധികം നേരം നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത്. അപ്പോൾ ബാങ്കിന് പൊയ്ക്കോളാനാണ് പറയുന്നത് മനസ്സിലാവും. അപ്പോൾ ജയ് പറയും ഓക്കെ നീ ഇനി എപ്പോഴാണ് പോകുന്നേ ചോദിക്കും. ബാങ്ക് വേഗം ഓക്കെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ബാങ്ക് അവിടെ നിന്ന് പോവും. അങ്ങനെ ജയ് തിരിഞ്ഞു നിന്നിട്ട് പറയും നിനക്കിനി പുറത്തേക്ക് വരാമെന്ന് പറയും. അവനാണെങ്കിലോ ഇവനെ ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂ ബഹത്ത് എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ടൂ ബഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില്ലറകൾ, ആ ചില്ലറ ഇട്ടാണല്ലോ അവൻ കൊടുത്തത് കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ അവൻ പുറത്തേക്ക് വരും. അപ്പം നമ്മുടെ ജയ ചോദിക്കും ഇവനാണോ നീ റിവെഞ്ച് എടുക്കുന്നേ ചോദിക്കും. അപ്പോൾ ഇവൻ മിണ്ടില്ല. അപ്പോൾ വീണ്ടും ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സൺ പറയും നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയും. അപ്പോൾ ഇവൻ വീണ്ടും ചോദിക്കും നീ എന്ത് വിചാരിച്ചു ഓഡീഷന് വരുമ്പോഴത്തേക്കും കത്തിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇമ്പ്രസ്ഡ് ആവുമെന്നാണോ വിചാരിച്ചത്, അതിന് സ്കില്ല് വേണം, അല്ലാതെ ചുമ്മാ നടന്നിട്ട് കാര്യമില്ല. അതിനാണ് ഞാൻ പറഞ്ഞത് നിനക്ക് ബാക്കർ വേണം, നിന്നെ ഇതിലേക്ക് എത്തിപ്പെടുത്താൻ ഒരാൾ വേണമെന്നൊക്കെ പറയും. അപ്പോൾ ഇവ വീണ്ടും പറയും അത് നിന്റെ ബിസിനസ് അല്ല എന്ന് പറയും. അപ്പോൾ വീണ്ടും ജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ജയ് പറയും നീ പിന്നെ എന്താണ് വിചാരിച്ചിരിക്കുന്നത്, നിന്നെ ബാക്കറാവാൻ ഡയറക്ടർ ഓർഡർ അല്ല കേട്ടോ ഹാർദർ വരുന്നതാണോ ചോദിക്കും. അപ്പോൾ ഇതിൽ ഡയറക്ടർ ആർദർ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഇൻവിസിബിൾ പേഴ്സൺ ആണ് കേട്ടോ, എന്തോ വലിയൊരു ഡയറക്ടറൊക്കെയാണ്. അപ്പം നമ്മുടെ ജയ് പിന്നെയും അവനെ ചൂട് പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ സണ്ണാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അപ്പം ജയ് പറയും എന്തായാലും ആലോചിച്ച് മര്യാദയ്ക്ക് ചെയ്യുമെന്ന് പറയും. പക്ഷെ എൻ്റെ പൈസയുടെ കാര്യം മറക്കണ്ടെന്ന് പറയും. ഏത് പൈസ? നമ്മുടെ സിഗരറ്റിൻ്റെ പൈസ. അവൻ എത്രയോ 2 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് സിഗരറ്റിൻ്റെ വില, അത് മറക്കണ്ടെന്ന് പറയും. അപ്പം നമ്മുടെ സണ്ണിനെ ജയിനെ കൊല്ലണം എന്നൊക്കെയാണ് ആഗ്രഹം. അത് കഴിഞ്ഞ് സൺ ഭയങ്കര ദേഷ്യത്തിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവൻ പെട്ടെന്ന് അങ്ങനെ ജയ് പറഞ്ഞൊരു കാര്യം കൂടി ഉറക്കാണ്, എപ്പോഴും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തന്നെ വേണ്ടി വരുന്നുണ്ട്, പക്ഷെ നീ എനിക്ക് എങ്ങനെയാണ് ഈ ഹെൽപ്പിനൊക്കെ റിവാർഡ് തിരിച്ച് തരുന്നേ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കാജോണും സ്കൈയും നമ്മുടെ സണ്ണൊക്കെ കൂടിയിട്ട് പുറത്ത് അവർ ജോലി ഇരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ മോളും ഉണ്ട് കേട്ടോ കാജോണിൻ്റെ. അങ്ങനെ അവിടെ വെച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയുമ്പോഴാണ് ഓൾറെഡി കാജോൺ അറ്റാക്ക് വന്നിട്ടിരിക്കുകയാണ് ഇവൻ്റെ മുഖത്ത് സ്കാറൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവൻ പറയാം നിങ്ങളൊന്നും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ ഇവരൊക്കെ കൂടി ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ പറയും എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും കാജോൺ ഈശ്വര ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കി, പ്രത്യേകിച്ച് കാണാൻ വലിയ ഭംഗി എന്ന് പറയാൻ ഒന്നുമില്ല, മുഖത്താണെങ്കിൽ സ്കാറും വന്നിട്ടുണ്ട്, സ്കില്ലാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പോലീസ് സ്റ്റേഷനും കയറിയിട്ടുണ്ട്, ഇനി എന്തൊക്കെയാണോ എന്തോ വരാനുള്ളതെന്ന് അവൻ ആലോചിക്കുകയാണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനും അറിയില്ല, ഇംഗ്ലീഷ് പറയാനും അറിയില്ല, ഇവനിനി എന്തുള്ള ഇവനകത്ത് കാജോൺ ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആശാൻ ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ. പുറത്ത് പോയിട്ട് ഈ വിഷമമൊക്കെ കഴിഞ്ഞിട്ട് അവന് ഭയങ്കര സന്തോഷമായിട്ട് ഉള്ളിലേക്ക് വരും. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് ഡെലിവറി ബോയിനെ കാണുകയാണ്, എല്ലാ സാധനങ്ങളും ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അവന് പെട്ടെന്ന് ഓർമ്മ വരികയാണ് അവൻ്റെ ബോസിനോട് പറഞ്ഞിട്ട് പോന്നിരിക്കുന്നത്. അപ്പോൾ ആ ബോസ് പറയുകയാണ് നീ നല്ലൊരു ആക്ടറായിട്ട് മാറുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഭയങ്കര പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
പിറ്റേ ദിവസം നമ്മുടെ കാജോൺ ആണെങ്കിൽ അവിടെ ബ്രെഡും സാൻഡ്വിച്ച് എന്തൊക്കെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ കയറി വരുന്നു. പെട്ടെന്ന് കാജോണിൻ്റെ മുഖം അങ്ങോട്ട് വെളിച്ചം വരും. ഇത്രയും നല്ല ഹെയർ സ്റ്റൈലോ എന്ന് ചോദിച്ചിട്ട് നോക്കുമ്പോൾ എന്താ നമ്മുടെ ചെക്കൻ ആകെ മാറി. ആ ബ്ലോണ്ട് ഹെയറും ആ വൃത്തികെട്ട നീണ്ട മുടിയൊക്കെ കൂടി മാറ്റി നല്ല സുന്ദരക്കുട്ടപ്പനായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാജോൺ പറയും, എന്തായാലും നല്ല സുന്ദരനായിട്ടുണ്ട് നീ, നമുക്ക് എന്തായാലും പ്രാക്ടീസിന് പോകാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ സ്കൈനെയൊക്കെ കൂട്ടിയിട്ട് അവർ പ്രാക്ടീസിന് പോവാണ്. പക്ഷെ നോക്കുമ്പോൾ എന്താ, അവിടെ ചെന്നപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഫസ്റ്റ് പ്രാക്ടീസിനല്ല, ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും പറയും, അയ്യോ ഇന്ന് ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും ഒഴിവില്ല. അപ്പോൾ കാജൻ പറയും, ഇല്ല ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. പറയും, ഇല്ല അവർ ഒഴിവില്ല എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും അവൻ എന്തോ സംശയം തോന്നുന്നു. അവൻ വേഗം ഫോണൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും പുറത്ത് ഏതൊക്കെയോ കാര്യത്തിന് പോയി ഇത്രയും. അപ്പോൾ തന്നെ അവന് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെയൊന്നും ഒരിക്കലും പോവില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ അവിടെ നിന്ന് അവർ ഇറങ്ങുകയാണ്. അപ്പോൾ സൺ ചോദിക്കുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ വേറെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് പോയിക്കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്കൈ പറയുന്നുണ്ട്, അങ്ങനെ വേറെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ അപ്പർ മാനേജ്മെൻറ്റ് പറയണം. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും നമുക്ക് സ്വന്തം കാശെടുത്തിട്ട് വേണ്ടി വരും ചിലവാക്കാൻ എന്ന് പറയും. അപ്പോൾ കാജോൺ പറയും, അല്ലെങ്കിലോ എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറയും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ പിന്നെ നമ്മുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തിയേറ്റർ പ്രാക്ടീസിന്. നോക്കുമ്പോൾ അവിടുത്തെ ലേഡി ആണെങ്കിലോ, അയ്യോ ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റില്ല, ഇനി പുതിയ കുട്ടികളൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഇവർക്ക് ആകെ ഷോക്കാവണം. കാരണം എത്ര പിള്ളേരുണ്ടെങ്കിലും അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ കാജോൺ പറയുന്നുണ്ട്, നീ ഞാൻ കൊണ്ടുവരുന്ന ആളെ തന്നെ നെഗ്ലക്റ്റ് ചെയ്യുകയാണല്ലേ, അതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. ഈ സമയത്ത് നമ്മുടെ സൺ ഒരു കാര്യം കാണുന്നുണ്ട്. അവിടെ മറ്റേ ഈ ടീച്ചറും നമ്മുടെ ബാങ്കും കൂടിയിട്ടുള്ള ഫോട്ടോ അവിടെ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട്. അപ്പം മനസ്സിലായി അവർ തമ്മിൽ നല്ല റിലേഷനാണെന്ന്. ഈ സമയത്ത് ടീച്ചർക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നിനക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് കാജോണിനോട് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കാജോൺ അത് കഴിഞ്ഞിട്ട് നേരെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ആകെ ദേഷ്യത്തിൽ ആകെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ ഓർമ്മ വരുമ്പോഴത്തേക്ക് എല്ലാവരോടും സോറിയും പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കാജോൺ പറയുന്നുണ്ട്, ഇത് നിന്നെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഭയങ്കര ഡെസ്പായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെക്കൻ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവൻ ടോയ്ലറ്റിൽ വേഗം ഒരു ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്യുന്നത് വേറെ അറിയില്ല, ജെയിനെയാണ്. അപ്പോൾ ജയ് പറയുന്നുണ്ട്, എന്ത് പറ്റി, മനസ്സ് മാറിയോ, നിനക്കൊരു ബാക്കറിനെ ആവശ്യമുണ്ടോ പറയും. അപ്പം നമ്മുടെ സൺ പറയും, പക്ഷേ എൻ്റെ കയ്യിൽ നിനക്ക് വേണ്ടി ഓഫർ ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല, അപ്പോൾ എന്ത് ചെയ്യും, ആകെയുള്ളത് എൻ്റെ ഈ ബോഡി മാത്രമാണ്, അത് വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാമെന്ന് പറയാണ്. പക്ഷേ അതിന് എനിക്കൊരു ഡെപ്പോസിറ്റ് വേണം ആദ്യം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജയ് ചോദിക്കുന്നുണ്ട്, പക്ഷെ നിൻ്റെ ബോഡി കിട്ടിക്കഴിഞ്ഞാലും എനിക്കെന്താ കാര്യം ചോദിക്കും. അപ്പോൾ നമ്മുടെ സൺ പറയുന്നുണ്ട്, അത് ഓരോ പ്രാവശ്യം ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ ചെക്കന്മാർ എന്താ പറയണേന്ന് ഇവർക്ക് വല്ലതും മനസ്സിലാവുണ്ടോ എന്തോ. അപ്പം നമ്മുടെ ജയ് പറയും, ശരി നിനക്ക് എന്താണ് വേണ്ടതെന്ന് പറയും. അപ്പം എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ അറിയാം. നമ്മുടെ കാജോൺ അവിടെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൺ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സൺ പറയും, ഇവിടുത്തെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർ ആരാ ചോദിക്കും. അപ്പോൾ കാജോൺ അങ്ങനെ തന്നെ ഇരുന്നിട്ട് പറയും, അത് പിന്നെ ആരാന്ന് സംശയമൊന്നും ഇല്ലല്ലോ, അത് ഫാക്കിൻ അല്ലേ എന്ന് പറയും. അപ്പോൾ ഫാക്കിൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പം നമ്മുടെ സൺ പറയും, എനിക്ക് അവൻ എൻ്റെ ഫോട്ടോ എടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ ഇവൻ കുറേ ഇരുന്ന് ചിരിക്കും. കാജോൺ, നീ എന്തൊക്കെയാണ് പറയുന്നത്, അവൻ അങ്ങനത്തെ സാധാരണ ഒരാളൊന്നുമല്ല, അവൻ്റെ കണ്ണിന് പിടിക്കുന്ന ആളെ മാത്രമേ അവൻ ഫോട്ടോഷൂട്ട് നടത്തുള്ളൂ, എത്രയോ സെലിബ്രിറ്റീസ് അവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറയും. അപ്പോൾ സൺ പറയും, അത് കുഴപ്പമില്ല, അവൻ എൻ്റെ ഫോട്ടോ എടുക്കും, അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ കാജോണിന് ദേഷ്യം വരും. കാജോൺ പറയും, സത്യം പറ, നിനക്ക് ഏതെങ്കിലും ബാക്കർ ഉണ്ടോ, അതോ നീ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മര്യാദയ്ക്ക് ഒഴിവാക്കണം, അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറയും. അപ്പോൾ നമ്മുടെ സൺ പറയും, ഇല്ല അങ്ങനെയൊന്നും തന്നെ ഇല്ല, നീ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കാജോണിനെ പിടിച്ച് വലിച്ചിട്ട് അവർ പോവും. അങ്ങനെ അവർ ഫാക്കിൻ്റെ വീട്ടിലെത്താണ്. ഫാക്കിൻ ആരാന്ന് മനസ്സിലായോ, നമ്മുടെ ബോസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോസിനെ. അപ്പോൾ അങ്ങനെ ബോസ് ഫാക്കിൻ്റെ കണ്ടിട്ട് പറയും, എന്താ ചോദിക്കുമ്പോഴത്തേക്കും ഫാക്കിൻ പറയും, എനിക്ക് എൻ്റെ ഫോട്ടോ എടുക്കണം എന്ന് പറയും. അപ്പോൾ ബോസ് പറയും, നിനക്ക് എങ്ങനെ ഇത്ര ധൈര്യം വന്നു നിൻ്റെ ഫോട്ടോ എടുക്കാൻ പറയാം, പ്രത്യേകിച്ച് കാണാൻ വലിയ കൊള്ളലൊന്നുമില്ല, ഒരു ഓർഡിനറി മാൻ, നിൻ്റെയൊക്കെ എന്തിനു ഫോട്ടോ എടുക്കേണ്ട കാര്യം ചോദിക്കും. അപ്പം അവൻ പറയും, ഇല്ല നിനക്ക് എൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാൻ പറയും. അപ്പോൾ ഫാക്കിൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ശരി എന്നാൽ ഷർട്ട് ഊരാൻ പറയും. അപ്പോൾ വേഗം നമ്മുടെ ചെക്കൻ ഷർട്ട് ഊരും. നോക്കുമ്പോൾ അവൻ പാൻറ്റും കൂടി ഊരുന്നുണ്ട്, എന്തിനാണോ എന്തോ. അപ്പോഴത്തേക്കും ഫാക്കിന് അവനെ ഇങ്ങനെ ജസ്റ്റ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സെക്സി ആയിട്ട് ഭയങ്കര മേലൊക്കെ കൈവച്ച് നോക്കുന്നുണ്ട്. നോക്കുന്നത് വേറൊന്നല്ല, അവൻ്റെ കംപ്ലീറ്റ് ബോഡി അവൻ്റെ ഫോട്ടോഷൂട്ടിന് പറ്റുന്നതാണോ നോക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, ഈ ഒരു മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ജിമ്മിൽ പോയ മസിലല്ലല്ലോ, ഇതെന്തോ വർക്കൊക്കെ ചെയ്തിട്ട് കിട്ടിയൊരു മസിൽ പോലെയുണ്ട്. ഓ ഇങ്ങനത്തെ ഒരാളെ ഒന്നും ഫോട്ടോ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പതുക്കെ ഭയങ്കര നിരുത്സാഹപ്പെടുത്തുവാണ്. അപ്പോൾ നമ്മുടെ കാജോൺ പറയുന്നുണ്ട്, അവൻ പല ജോലികളും ചെയ്തിരുന്നു അതുകൊണ്ടാണെന്നൊക്കെ പറയും. പക്ഷേ ഭയങ്കര
എന്താ പറയുക, ഫാക്കിനൊരു ഇൻട്രസ്റ്റ് അല്ലാത്ത പോലെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ സണ്ണാണെങ്കിൽ വിട്ടു കൊടുക്കുന്നില്ല. സൺ പറയും, നിനക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ പറയൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സിനെ എടുക്കാമെന്ന് പറയും. അപ്പോഴത്തേക്കും ഫാക്കിന് ഭയങ്കര കോൺഫിഡൻസ് ഇഷ്ടമാവും. അതായത് ഇവനല്ലെങ്കിൽ വേറെ അങ്ങനെ ആരും പറയില്ല, കാരണം ഇവൻ ഫോട്ടോ എടുത്തില്ലെങ്കിൽ ആരും എടുക്കണ്ടെന്നേ വെക്കുള്ളൂ. അപ്പോൾ ഫാക്കിൻ പറയും, ശരി നിൻ്റെ ഫോട്ടോ ഞാൻ എടുക്കാം, പക്ഷെ ഒരു ഡീലുണ്ട്, നീ കംപ്ലീറ്റ് ആയിട്ട് എനിക്കൊരു ഫോട്ടോ ഷൂട്ടിന് നിൽക്കണം എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ കാജോൺ വേഗം ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇനി പോവാന്നുള്ള മട്ടിൽ നിൽക്കും. പക്ഷെ നമ്മുടെ ചെക്കൻ ഡീൽ. അമ്മേ, ഇത് ഏത് ലെവലിലേക്ക് പോണേ എൻ്റെ ഈശ്വര. ഓക്കെ, അങ്ങനെ ആ ഡീൽ വെച്ചിട്ട് അവർ ആ ഫോട്ടോഷൂട്ട് തുടങ്ങുകയാണ്. ചെക്കൻ ഒരു ബ്ലാക്ക് ഡ്രസ്സിലൊക്കെ വരുന്നുണ്ട്, നല്ല ചുള്ളനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാജോൺ പറയണം, നീ എന്താ പറയുന്നത്, നിനക്ക് എങ്ങനെ ന്യൂഡായിട്ടൊക്കെ ഫോട്ടോഷൂട്ടിന് നിൽക്കാൻ പറ്റുമോ, നീ കാര്യമായിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ പറയുമ്പോഴത്തേക്കും സൺ പറയും, ഓ അതൊന്നും ഇപ്പം നമ്മൾ ചെയ്യാത്ത കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും കാജോൺ, നീ എന്തൊക്കെയാണ് പറയുന്നത്, സത്യം പറ, നീ എന്ത് നിലയ്ക്കാണ് അവനെ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്, അവനെ സെഡ്യൂസ് ചെയ്യാനാണോ, നീ വഴിവിട്ട രീതിക്ക് പോകാനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, മാനേജർ താങ്ക് യു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ ഒരിക്കലും ഈ കാര്യത്തിൽ നിങ്ങളെ വിഷമിപ്പിക്കില്ല എന്ന് പറയുകയാണ്. പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ നമ്മളെന്താ വിചാരിച്ചിരിക്കുന്നത്, ജയ് ആണ് ഇവനെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷേ കാജോൺ ചോദിക്കുമ്പോൾ നമ്മുടെ ചെക്കൻ്റെ മുഖം കണ്ടറിയാം, ജയ് അല്ല ഇതിൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്, ഇവൻ്റെ ഒരു സ്ട്രാറ്റജി ഇട്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഫാക്കിൻ അവിടെ ഫോട്ടോ ഷൂട്ടിന് വേണ്ടി സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കൈനെ കാണുന്നുണ്ട്. അപ്പോൾ സ്കൈനെ കാണുമ്പോഴത്തേക്കും അവനിൽ ഒരു ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നിന്നെ എനിക്കറിയാലോ, നിൻ്റെ പേര് പല പല പേരുകൾ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൻ പറയും സ്കൈ എന്നാണെന്ന് പറയും. ഓ സ്കൈ സ്കൈ എനിക്കറിയാം, എന്നാൽ എനിക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്തോടെ ചോദിക്കും. അപ്പം നമ്മുടെ ചെക്കനെ നിങ്ങൾക്കറിയാലോ, അവൻ നന്നായിട്ട് ഡയലോഗ് പഠിക്കും, നന്നായി അഭിനയിക്കും, പക്ഷെ അവന് കോൺഫിഡൻസ് ഭയങ്കര കുറവാണ്. അപ്പം നമ്മുടെ ഫെഗിൻ ചോദിക്കുകയാണ്, ഇത്രയും സുന്ദരനായ നീയൊക്കെ എന്താണ് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരെ ഇത്രയും പേടിക്കുന്നത്, നീ എന്താ സിനിമയിലൊന്നും നിന്നെ കാണാത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൻ വേഗം എഴുന്നേക്കും. അപ്പോൾ അവൻ അവൻ്റെ ഷൂസൊക്കെ ഊരിയിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവൻ്റെ മുഖത്തെ കോൺഫിഡൻസ് കുറവ് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, അത് നമ്മുടെ ചെക്കനും അറിയാൻ പറ്റുന്നുണ്ട്. സ്കൈ ഭയങ്കര കംപ്ലീറ്റ്ലി പേടിക്കുകയാണ്. അങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ സണ്ണും കാജോണൊക്കെ കയറി വരുമ്പോഴത്തേക്കും സ്കൈ വേഗം പുറത്തേക്ക് പോകുന്നുണ്ട്, അവൻ്റെ ടെൻഷൻ കാരണം. അങ്ങനെ ഫോട്ടോഷൂട്ടിന് നമ്മുടെ സൺ നിൽക്കുന്നുണ്ട്. പക്ഷേ സണ്ണിന് മൊത്തം ഒരു ഫീലിങ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ കുറേ ഡയറക്ഷൻസും ഒക്കെ ഫാക്കിൻ കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഭയങ്കര റഫ് ആൻഡ് റൂഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് ഫാക്കിൻ ചോദിക്കുന്നുണ്ട്, നീ മോഡലിംഗ് ഒന്നും ചെയ്തിട്ടില്ലേ, നീ എന്താ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഭയങ്കര ഇമോഷൻലെസ് ആണ്, നിൻ്റെ കണ്ണിൽ ഒരാളോടുള്ള ഒരു സ്നേഹം പോലും തോന്നുന്നില്ലല്ലോ, എങ്ങനെയാണ് നീ പിന്നെ ഒരു ആക്ടർ ആവുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫെക്കിൻ ചോദിക്കുന്നുണ്ട്, നിനക്കൊരു ലവർ ഇല്ലേ, പാരൻസ് ഇല്ലേ, സിബ്ലിങ്സ് ഇല്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് ആരുമില്ല എന്ന് പറയുന്നുണ്ട്. കാരണം നിനക്ക് ആ നഷ്ടങ്ങൾ മുൻപേ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, നിൻ്റെ മുഖത്ത് ആ ഒരു നഷ്ടത്തിൻ്റെ മാത്രം ഭാവമാണെന്ന് പറയാണ് ഫാക്കിൻ. അത് പറയുമ്പോഴത്തേക്കും അവൻ്റെ മുഖത്ത് ആ നഷ്ടങ്ങളുടെ ഒരു ഭാവം വീണ്ടും വരുന്നുണ്ട്. അവൻ്റെ ബ്രദർ നഷ്ടപ്പെട്ടു, അമ്മയെ നഷ്ടപ്പെട്ടു, അവൻ സ്നേഹിച്ചവൻ ചതിച്ചിട്ട് പോയി, അങ്ങനെ ആ ഭാവങ്ങൾ അവൻ്റെ മുഖത്ത് മാറി മറയുമ്പോൾ അതാണ് ആര് ഫോട്ടോ എടുക്കുന്നത്, നമ്മുടെ ഫാക്കിൻ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഫാക്കിൻ ഇമ്പ്രസ്ഡ് ആയി എന്നാണ് നമുക്ക് മനസ്സിലായത്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഫെക്കിൻ പറയും, ശരി ഞാനപ്പോൾ ഫ്രീ ആകുമ്പോൾ നിന്നെ അറിയിക്കാം എന്ന് പറയും. എന്തിനാണോ എന്തോ. അങ്ങനെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ കാജോൺ ഭയങ്കര സന്തോഷത്തിലാണ്. എന്തായാലും നമ്മൾ ലക്കിയാണ്, നീ ഭയങ്കര ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റുന്ന പോലും വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ലക്കി പറയുമ്പോഴത്തേക്കും ദേ ഫോൺ വരുന്നു കാജോണിന്. ആരാന്നറിയോ, നമ്മുടെ നേരത്തെ ജഡ്ജ് ഉണ്ടല്ലോ. അപ്പോൾ അവൻ വിളിച്ചിട്ട് പറയും, എന്താണ് നീ ചെയ്തത്, നീ എന്തിനാണ് ആ ടീച്ചർക്കെതിരെ വെറുതെ ഷൗട്ട് ചെയ്യാനൊക്കെ നിന്നേ പറയും. അപ്പോഴത്തേക്കും അവൻ പറയും, ഞാൻ ഷൗട്ട് ചെയ്യാൻ നിന്നല്ല, അവനുള്ള പ്രാക്ടീസ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ എൻ്റെ കമ്പനിയിലുള്ള ആളെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ആ ജഡ്ജി പറയും, ശരി നിൻ്റെ സാലറി ഡോക്ക് ചെയ്യും അത്രയേ ഉള്ളൂ എന്ന് പറയും. അപ്പോഴത്തേക്കും കാജോൺ പേടിച്ചിട്ട് വേഗം അവിടെ ചെല്ലും കേട്ടോ. അവിടെ ചെന്നിട്ട് അവൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇയാളോട്, ഈ ജഡ്ജി ശരിക്കും വിചാരിക്കുന്ന അത്ര ദുഷ്ടമൊന്നുമല്ല കേട്ടോ, പാവമാണ്. അവൻ പറയും, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല, ഞാൻ അവന് വേണ്ടിയിട്ടുള്ള ടീച്ചിങ് ക്ലാസ്സൊക്കെ വെച്ചിട്ട് അത് എടുത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണെന്നൊക്കെ പറയുമ്പോൾ ജഡ്ജി പറയും, ശരി എനിക്ക് നിന്നെ വിശ്വാസമാണ്, പക്ഷേ എന്താ ചെയ്യുക, അപ്പർ മാനേജ്മെൻറ്റിലേക്ക് ഈ കേസ് പോയി, ഇതിന് എന്ത് പ്രൂഫ് വയ്ക്കുന്നു പറയുമ്പോഴത്തേക്കും കാജോൺ ഒരു പ്രൂഫ് കൊടുക്കുന്നുണ്ട്. എന്ത് പ്രൂഫാണെന്നറിയോ, നമ്മുടെ കാജോൺ ബാങ്കിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് എടുത്ത ഉടൻ എന്ത് പറ്റി, ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ കൊണ്ടുപോയിട്ട് ട്രെയിനിനെ കിട്ടിയില്ലേ, ഫോട്ടോഷൂട്ടിന് പോയിട്ട് ഫോട്ടോഗ്രാഫേഴ്സും ഇല്ല അല്ലേ, കഷ്ടമായി പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കളിയാക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ ചെയ്യുക, ഇനി ആരെയും പഠിപ്പിക്കാൻ ടീച്ചേഴ്സിനെ കിട്ടുന്ന പ്രതീക്ഷിക്കേ വേണ്ട, അങ്ങനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ വന്ന അവസാനം നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകേണ്ടി വരും, എന്താ ചെയ്യുക, നിങ്ങൾക്കിനി ആരും കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവൻ ഭയങ്കര കളിയാക്കും. ഈ പറയുന്ന എല്ലാ സംസാരവും ആര് കേൾക്കുന്നുണ്ട്, ആ മുമ്പിലിരിക്കുന്ന ആൾ, ഐ മീൻ മാനേജ്മെൻറ്റ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നല്ലൊരു പ്രൂഫ് തന്നെ അവർക്ക് കിട്ടുകയാണ്. മനസ്സിലാവും കേട്ടോ, അയാൾ പറയാം, എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട്, ഈ പ്രൂഫ് എന്തായാലും നമുക്ക് കാണിച്ചു കൊടുക്കാം, പക്ഷേ എനിക്കറിയില്ല എന്ത് സംഭവിക്കും എന്നുള്ളത്.
അപ്പം നമ്മുടെ കാജോൺ വീണ്ടും പറയുകയാണ്, പക്ഷേ ആലോചിക്കണം, എൻ്റെ കുട്ടീനെയും കൊണ്ടിട്ട് ഞാനിവിടെ ഫോട്ടോഷൂട്ടിന് പോയിരിക്കുകയായിരുന്നു. ആരാ എടുത്തതെന്നറിയോ? ഫാക്കിനാണ് എടുത്തത് പറയും. അപ്പോൾ ജഡ്ജ് പറയും, നീ എന്തൊക്കെയാണ് പറയണേ, ഫാക്കിന് എടുത്തുനിന്നൊന്നും നോണയൊന്നും പറയില്ലേ എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ജഡ്ജ് ആകെ ഇമ്പ്രസ്ഡ് ആവും. കാരണം ഫാക്കിനൊക്കെ ഇവൻ്റെ ഫോട്ടോ എടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും എന്തൊരു വലിയ സംഭവമല്ലേ. അപ്പം നമ്മുടെ ജഡ്ജ് പറയും, ശരി ശരി. അപ്പോഴത്തേക്കും അവൻ കുറച്ച് താഴ്ന്നു. അപ്പോൾ പറയും, ശരി, എന്തായാലും ഞാൻ നോക്കട്ടെ, ഞാൻ എന്തായാലും കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ സൺ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. നമ്മുടെ ബാത്റൂമിൽ വെച്ചിട്ട് നമ്മുടെ ജയനെ വിളിച്ചിട്ടില്ലേ. അപ്പം നമ്മൾ എന്താ വിചാരിച്ചത്, ജയനോട് ഫാക്കിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പാണ് ചോദിച്ചതാണ്. പക്ഷെ അല്ല, ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടല്ലായിരുന്നു ആക്ച്വലി. അവൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര വലിയ ആളാണ് ആ ഓഫീസിലെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ജയ് പറയും, ഞാൻ കുറച്ച് വലിയ ആൾ തന്നെയാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ സൺ പറയും, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരാളെ വിളിച്ച് വഴക്ക് പറയാൻ പറ്റുമോ ചോദിക്കും. അപ്പോൾ ആരെയാണ് വഴക്ക് പറയേണ്ടത് ചോദിക്കും ജയ്. പറയും, എൻ്റെ സ്വന്തം മാനേജറെ എന്ന് പറയും. എനിക്ക് തോന്നുന്നു, ഇതെനിക്ക് അത്ര ക്ലിയർ ആയില്ലെങ്കിലും എനിക്ക് മനസ്സിലായത്, അവൻ ഈ മാനേജറെ വിളിച്ച് സ്കോൾഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഉറപ്പിക്കാം എത്ര വലിയ പൊസിഷനുള്ള ഒരാളാണെന്ന്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ഈ ജഡ്ജായിട്ട് ഇരുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാളോട് ഇവൻ ചോദിക്കും, നിങ്ങളോട് ആരാണ് മാനേജറെ വിളിച്ച് വഴക്ക് പറയാൻ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ അവൻ പറയും, ഓ, ഞാൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചില്ലല്ലോ പറയും. അപ്പോഴത്തേക്കും അവൻ ഇങ്ങനെ വീണ്ടും നോക്കി നിൽക്കും. അപ്പം അയാൾ പറയും, അത് പിന്നെ വേറൊരാൾ വഴിക്കാണ് എന്നോട് ഈ കാര്യം എത്തിയത്. എനിക്കും ആരാണ് എന്നോട് ഇത് പറയാൻ പറഞ്ഞിട്ടുള്ളതെന്നുള്ള ഡയറക്റ്റായിട്ട് അറിയില്ല. ആകെ ഒന്ന് മാത്രം അറിയാം, അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത്രയും വലിയൊരാളാണ് ടൂബഹത്ത് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഈ ടൂബഹത്ത് എന്നുള്ളത് ഇവനെ കളിയാക്കി വിളിക്കുന്ന പേരാണ്. പിന്നെ ഇവനാണ് ചോദിച്ചിരുന്നത് നിങ്ങൾ എത്ര വലിയ ആളായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം പോലെ ഞാൻ അത്രയും വലിയൊരാളാണ് ടൂബഹത്ത്, അങ്ങനെ പറയാൻ പറയും. അപ്പോൾ ബാക്കി ആർക്കും മനസ്സിലാവില്ല, പക്ഷേ ഇവന് മനസ്സിലാവും. അങ്ങനെ രാത്രി അവനിങ്ങനെ നടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു മെസ്സേജ് വരികയാണ്, കം ടു ദിസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ വലിയൊരു ബാറ്, ഒരു പബ്ബ് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ബോഡി ഗാർഡ്സ് ഉണ്ട്. ബോഡി ഗാർഡ്സ് പറയും വെയിറ്റ് ചെയ്യാൻ, ഇവിടുത്തെ മെമ്പേഴ്സിന് മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അവൻ അവിടെ അങ്ങനെ നിൽക്കൂട്ടോ, എന്താണ് ചെയ്യേണ്ടത് നോക്കിയിട്ട്. അപ്പോൾ ഗസ്റ്റിൻ്റെ ലിസ്റ്റിൽ നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇവന് പറയാൻ കിട്ടുന്നില്ല ആരാന്നുള്ളത്. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ ടൂബഹത്തല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ ഇവന് നാണക്കേടാവുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല, ഇത് ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മിസ്റ്റർ ടൂബഹത്ത് വരൂ എന്ന് പറയും. അപ്പോൾ ഈ ബോഡി ഗാർഡ്സ് തന്നെ ചിരിക്കുന്നുണ്ട്, ടൂബഹത്തോ. അങ്ങനെ അവനെയും കൊണ്ടിട്ട് ആ പറയുന്ന വെയിറ്റർ അവനെയും കൊണ്ടിട്ട് പോകുന്നുണ്ട്. ഒരു ഉള്ളിലേക്ക്, ഭയങ്കര ഉള്ളിൽ പോയിട്ടുള്ള റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ആ റൂമിൻ്റെ ഉള്ളിൽ ആരിയ്ക്കുന്നുണ്ട്, നമ്മുടെ ജയ് ചെക്കൻ്റെ നല്ലൊരു കണ്ണടയൊക്കെ വെച്ച് സൂപ്പറായിട്ട് ഇങ്ങനെ ഇരുന്ന് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ ഭംഗി അവനെ കാണാമെന്നറിയോ. അപ്പോൾ സൺ ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഞാനിവിടുത്തെ ഒരു പാർട്ട്ണറാണ് ഈ കമ്പനിയിലത്തേന്ന് പറയും. അപ്പോൾ പറയും, ഡ്രീം ലാൻഡിൽ അവിടെയും ഞാനൊരു പാർട്ട്ണറാണെന്ന് പറയും. അപ്പോഴത്തേക്കും നിങ്ങളുടെ പേരെന്താ ചോദിക്കും. അപ്പോൾ പറയും, എൻ്റെ പേര് ജയ്. പക്ഷെ പേര് ചോദിക്കുന്നതിന് മുമ്പ് സ്വന്തം പേര് പറയേണ്ട ടൂബഹത്ത് എന്ന് ചോദിക്കും. വീണ്ടും അവനെ കളിയാക്കും. അപ്പോൾ അവൻ പറയും, സൺ എന്ന് പറയും. അങ്ങനെ ജയ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നടക്കുവാണ് സണ്ണിൻ്റെ അടുത്തേക്ക്. പിന്നെ പെട്ടെന്ന് ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത്, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഈ ലോകത്തൊന്നും തന്നെ ഫ്രീ ആയിട്ടുണ്ടാവില്ല എന്നുള്ളത്. ഇപ്പം നിൻ്റെ മാനേജറെ വിളിച്ച് ചീത്ത പറയുന്നതിന് എനിക്കൊരു 500 ബഹത്ത് ഇപ്പം ചിലവായിട്ടുണ്ടായിരിക്കും. ഇനി അതിന് മുമ്പ് സിഗരറ്റിൻ്റെ ഒരു 200,000 ഓൾറെഡി തരാനുണ്ട്. സോ ഇപ്പം തന്നെ എത്രയായി എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ഇവനിങ്ങനെ മിണ്ടാതിരിക്കും. പെട്ടെന്ന് എനിക്കെങ്ങനെ പറയണ്ടേന്നറിയില്ല, കുച്ചായി പറയും, ഞാൻ. അപ്പോഴത്തേക്കും പിന്നെ ആകെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സീരിയസ്ലി യു ക്യാൻ വാച്ച് ഓൺ ദി സ്ക്രീൻ. അപ്പോൾ അങ്ങനെ ആ ഒരു റൊമാൻസ് അല്ല ആക്ച്വലി, ഇവിടെ കംപ്ലീറ്റ്ലി ഫോഴ്സ് ചെയ്തിട്ടുള്ളൊരു സീനാണ്. സൺ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷനിൽ വെച്ചിട്ട് ഈ ഒരു സീരീസിൻ്റെ 3rd എപ്പിസോഡ് അവസാനിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. 4th എപ്പിസോഡ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് മെസ്സേജ് ചെയ്യുക. സോ താങ്ക് യു.